കാഷ്വൽ ലുക്കിൽ വന്നേക്കുന്ന ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, കോട്ടണിനകത്ത് ഫുള്ള് 3 പീസും കോട്ടണിൽ വന്നേക്കുന്ന ഒരു സെറ്റ്. അതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാന്തയുടെ ഒരു സ്റ്റൈലാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ടോപ്പിനകത്തൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് കാന്തയുടെ ഒരു സ്റ്റൈൽ കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ബ്ലാക്കിൻ്റെ കൂടെ വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ത്രെഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. എൻഡിലായിട്ട് കാന്ത സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് തന്നെ 6 ആക്കിൻ്റെയും ഒരു ജോമെട്രിക് പാറ്റേണിലുള്ള ഒരു ബോർഡർ ഡീറ്റെയിലിങ്, അത്യാവശ്യം ഒരു 8-9 ഇഞ്ചോളം വരുന്ന ഒരു അത്യാവശ്യം ബ്രോഡായിട്ട് വന്നേക്കുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് ടോപ്പിൻ്റെ എൻഡിൽ കൊടുത്തേക്കുന്നത്. ബോഡിയിൽ ഈ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ. ബാക്ക് പോർഷൻ സോളിഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ബോട്ടവും ബ്ലാക്കിൽ തന്നെ സോളിഡ് ആയിട്ട് വന്നേക്കുന്നത് ബോട്ടം. ആൻഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നേക്കുന്നത് ദുപ്പട്ടയാട്ടോ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് കോട്ടണിൽ തന്നെ ആപ്ലിക് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ള പ്യുവർ കോട്ടനകത്ത് ആ ഒരു സെയിം ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ആപ്ലിക് ഡീറ്റെയിലിംഗ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഒരു ജോമെട്രിക് പാറ്റേണിലുള്ള ഒരു വീവിങ് സ്റ്റൈലൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. ആണ് ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. ഫസ്റ്റ് സെറ്റ്. നെക്സ്റ്റ് വന്നേക്കുന്ന ഇതാട്ടോ, കോട്ടണിൽ തന്നെ വന്നേക്കുന്ന ഭയങ്കര സോഫ്റ്റ് കോട്ടണിൽ വന്നേക്കുന്ന ബോട്ടം. ആ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് വന്നേക്കുന്നത്. ദുപ്പട്ട സെയിം കാന്തയുടെ ഒരു വീവിങ് സ്റ്റൈലിൽ വന്നേക്കുന്ന ദുപ്പട്ട. സെയിം പാറ്റേൺ ആട്ടോ, നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കോമ്പിനേഷനിൽ വന്നേക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഹാൻഡ് കാന്തയിൽ ഫിനിഷ് ചെയ്തേക്കുന്ന വർക്ക് ഡീറ്റെയിലിംഗ്, സെയിം ആപ്ലിക് ചെയ്തിട്ടുള്ള ദുപ്പട്ട. ബോർഡറിലും ഒരു 6 ആക്ക് പാറ്റേണിലുള്ള ഒരു ആപ്ലിക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കോഡ് വരുന്ന DE107. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 1989. ഇതിൻ്റെ ട്രിപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോയുടെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഫംഗ്ഷൻ വെറൈറ്റിയൊക്കെ നമുക്ക് വേറെ ഇത് പോകാനൊക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ഫുള്ളി നമുക്ക് ടിഷ്യൂലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ടോപ്പും ദുപ്പട്ടയും ടിഷ്യൂലാണ്, സോഫ്റ്റ് സിൽക്കിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതും ആ ഒരു ദുപ്പട്ട തന്നെയാണ്. ദുപ്പട്ട ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് നിൽക്കുന്നത്, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. ഇതാണ് ടോപ്പ് വരുന്നത്. ടോപ്പിൽ ഫുള്ളി നമുക്ക് ടിഷ്യൂവിൽ തന്നെ ഒരു ഫ്ലോറലിൻ്റെ പ്രിൻറ്റ് പാറ്റേണും കൂടെ ടോപ്പിൽ വരുന്നുണ്ട്. അതുപോലെ എൻഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലോറലിൻ്റെ തന്നെ സെയിം എംബ്രോയ്ഡറി പാറ്റേണും അതുപോലെ ജോമെട്രിക്കൽ പാറ്റേണും കൂടെ വരുന്നുണ്ട്. എൻഡിലായിട്ട് സ്കാലപ്പ് ഫിനിഷും കൂടെ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് സിൽക്കിലാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിലും ഒരു കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതും ആ ഒരു പ്രിൻറ്റഡ് ഡീറ്റെയിലിംഗ്. 2 സൈഡിലും നമുക്കൊരു ബനാറസിയുടെ തന്നെ ബോർഡറിങ് ഡീറ്റെയിലിംഗ് കൂടെ വരുന്നുണ്ട്. ആൻഡ് സെൽഫ് ടാസിൽസും കൂടെ വരുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ലുക്ക്. ആൻഡ് സെക്കൻഡ് ലുക്ക് വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ആ ഒരു ടോപ്പിൽ ഫ്ലോറൽ പ്രിൻറ്റ് നിൽക്കുന്നുണ്ടെങ്കിലും ആ ഒരു ലാവൻഡറിൻ്റെ ഒരു പടി ഒരു ഡാർക്ക് ടോൺ ഷെയ്ഡിലാണ് ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഒരു കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്കൊരു സമ്മർ ടൈം അല്ലെങ്കിൽ ഒക്കേഷൻ വെയറായിട്ട് വേറെ ഇത് പോകാൻ പറ്റുന്നൊരു കളക്ഷനും കൂടിയാണ്. ഇതിലും നമുക്ക് സോളിഡായിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ടയും ഫുള്ളി നമുക്ക് ടിഷ്യൂലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ടിഷ്യൂലാണെങ്കിലും ഒരു ചെക്ക് പാറ്റേണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. ഇതിലും 2 സൈഡിൽ നോക്കുകയാണെങ്കിലും ആ സെയിം ചെറിയുടെ തന്നെ ബോർഡറിങ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ പോലും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. ഇതാണ് നെക്സ്റ്റ് ലുക്ക്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മസ്റ്റർഡ് യെല്ലോ ടോണാണ് കേട്ടോ. ഇല്ലെങ്കിൽ എംബ്രോയ്ഡറി നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഒരു ഫ്ലോറലിൻ്റെയും അതുപോലെ തന്നെ ഒരു വൈറ്റ് ത്രെഡ്സിനെയും അതുപോലെ തന്നെ ഈ ഒരു ബേജ് ത്രെഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയ്ഡറി പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിലും ആ ഒരു സെയിം പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് തന്നെ കേട്ടോ വരുന്നത്. സോളിഡായിട്ട് വന്നിട്ടുള്ള സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട. ദുപ്പട്ടയുടെ എൻഡിൽ നമുക്ക് 2 സൈഡിൽ തന്നെ കുറച്ചും കൂടെ ഒന്ന് ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടൊരു വിക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ടോപ്പിൽ നിന്നിട്ടുള്ള സെയിം പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത്. മിഡിൽ പോർഷനിലാണ് ഫുള്ളി നമുക്കൊരു ഫ്ലോറലിൻ്റെ ഒരു പ്രിൻറ്റ് പാറ്റേൺ, കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു പ്രിൻറ്റ് പാറ്റേൺ ആട്ടോ. ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ലാവൻഡർ ഷെയ്ഡ് ഫ്ലവറിൻ്റെയും ഒരു പീച്ചിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നെക്സ്റ്റ് ലുക്ക്. ആൻഡ് ലാസ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതിലും സെയിം, ഞാൻ എല്ലാത്തിലും സെയിം പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആയതുകൊണ്ട് ജസ്റ്റ് കളേഴ്സ് മാത്രം കാണിച്ചു പോകുന്നത്. ഇതിലും സെയിം സോളിഡായിട്ട് തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ട. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SBP 877 എന്ന കോഡിൽ. പ്രൈസ് റേഞ്ച് 2649 ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്. എങ്ങനെയുണ്ട് ഈ സാരി? പ്ലീറ്റും കൂടി എടുത്തോ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ അല്ലേ? ഡിസൈനർ ലുക്സിൽ ഫ്രണ്ട്സിന്റെ വെഡിങ്ങിനൊക്കെ പോകാൻ സൂപ്പർ ആയിരിക്കട്ടെ.
ഭയങ്കര സെക്സി ഫീലിൽ ഇങ്ങനെ ഇരിക്കുന്ന മെലിഞ്ഞിരിക്കുന്ന പിള്ളേർക്കുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് കേട്ടോ. മെലിഞ്ഞവർക്കെന്നല്ല, എല്ലാവർക്കും വെയർ ചെയ്യാം, അത് ക്യാരി ചെയ്യുന്നവർക്ക്. ഇത് ആക്ച്വലി പെയിൻറ്റഡ് സാരീസിൻ്റെ അതേ ലുക്ക് ഞാൻ ഡിജിറ്റൽ പ്രിൻറ്റിൽ റിപ്ലിക്കേറ്റ് ചെയ്തേക്കുന്ന, എന്നിട്ട് ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ഷിഹാന ഡ്രൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാരി ഉണ്ടല്ലോ, ഏറ്റവും പേസ്റ്റലായിട്ടുള്ള ഷെയ്ഡാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്തേക്കുന്നത് ക്രോഷ്യോ ലേസും ഹാൻഡ് വർക്കിൻ്റെ ഒരു ഡീറ്റെയിലും ചെസ്റ്റിലും പല്ലുവിലും മാത്രമാണ് അതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഹൈ ആയിട്ട് വന്നേക്കുന്നത്. കണ്ടോ, ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ. ആ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്ന് കാണിക്കാം. ആ പൂമ്പൊടിയുടെ സെൻറ്റർ പോർഷനിൽ സാരിയുടെ സെയിം കളറിലുള്ള പേൾസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫുള്ളും ചുറ്റും ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സ്പ്രെഡ് പോലെ പാനിവാല ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കട്ട് ബീഡ്സ് ആണ് ലീഫിൽ കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക്. ഇപ്പം എൻ്റെ പേഴ്സണൽ ടേസ്റ്റിൽ പറയുവാണെങ്കിൽ ഞാൻ ഈ സാരീസിന് വിത്ത് ബ്ലൗസിനേക്കാളും കൂടുതൽ സിംഗിൾ കളർ ബ്ലൗസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഈ സാരിയിൽ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് വന്നേക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഡിസൈൻ പാറ്റേണാണ്. നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലൗസ് ഈ 2 ഡിസൈനും കൂടെ കാണിക്കാനുണ്ട് കേട്ടോ. ഇതുണ്ടോ ബ്ലൗസ്, വിജയ് ഏതാണ് അത് ചെയ്തു ഓപ്പൺ കറക്കെ അല്ലോ, ഡിസൈൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്ലീവിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. ഇതെൻ്റെ ബാക്ക് നെക്കിൽ വന്നേക്കുന്ന ഡിസൈനാണ്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. അപ്പോൾ സ്ലീവ്സ് ഇതിങ്ങനെയാണ് വരുന്നത്. സ്ലീവ്സിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ ഞാൻ ഇതിന് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ഇട്ടിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ഗോൾഡൻ ചെയിൻ, ഒരു ചോക്കർ ഇട്ടാലും നല്ലത്. എനിക്ക് ചോക്കർ കഴുത്തിന് നല്ല വണ്ണം ഉള്ളത് കാരണം എനിക്ക് ചോക്കറിനോട് അത്രയൊരു താല്പര്യം ഇല്ല. അതുകൊണ്ടാണ്. ഇതുണ്ടോ പ്ലീറ്റ്സ് ഒക്കെ നല്ല ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഫുള്ളായിട്ടുള്ള ലുക്ക്. ഇതിപ്പോൾ വന്നേക്കുന്നത് നല്ല പെയിൽ യെല്ലോ കളറിലാണ്. നെക്സ്റ്റ് വൺ ഞാൻ ഷിഹാനിക്ക് കൊടുക്കുന്നില്ല. വൈറ്റിൽ വന്നിട്ടുള്ളതാണ്. യെസ്, ചേർച്ച് വെയർ ആയിട്ടും അതുപോലെ പാർട്ടി വെയറിന് ഒരു വൈറ്റ് തീമിനകത്തൊക്കെ പോകണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് അല്ലേ. നല്ല രസമാണ്. നല്ല രസമായിട്ടാണ് അതിൻ്റെ കളർ വന്നേക്കുന്നത്. ഇപ്പോൾ സിംഗിൾ കളറിനകത്താണ് ഈ സാരി വന്നേക്കുന്നത് കേട്ടോ. സിംഗിൾ കളറിനകത്ത് ഒരേപോലെ തന്നെ നമുക്ക് ഈ ഒരു പൂ, ഏത് പൂവായിട്ട് പറയും, ഇത് കണിക്കൊന്ന എല്ലാം ഉണ്ട്. അത് മൾട്ടി കളറിലാണ് വന്നേക്കുന്നത്. ഇത് സിംഗിൾ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇതും ആ കണിക്കൊന്നയുടെ പൂ പോലെയും വേണമെങ്കിൽ അരളിപ്പൂ പോലെ വന്നേക്കുന്നത്. അരളിപ്പൂ പോലത്തെയും അതിൻ്റെ ബ്ലൗസ് ഫുള്ളായിട്ട് അരളിപ്പൂവും ഇലകളും വിരിഞ്ഞ അരളിപ്പൂവും വിരിയാത്ത അരളിപ്പൂവും ഒക്കെ ആയിട്ടാണ് എൻ്റെ ഇത് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു ലുക്ക്, മൾട്ടി കളറിലെ ലുക്ക് ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഇൻഡിവിജ്വൽ റീൽസും വീഡിയോയും ഷോർട്ടും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. അത് പ്ലീറ്റ് എടുത്തോ. അതിനകത്ത് ഫുൾ മൾട്ടി ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഞാനിപ്പം സിംഗിൾ. പ്രൈസ് റേഞ്ച് 2699. ഇതിൻ്റെയോ പല്ലുവിൻ്റെ പോർഷനിലായിരിക്കും 2699. അപ്പോൾ യെല്ലോയുടെ പ്രൈസും ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ റേഞ്ചിൽ തന്നെയായിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ ബിലോ ലിങ്ക് ഗിവൺ www.aham.store.